topic is torque on a current carrying coil in a magnetic field. Okay, അപ്പം സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വെച്ചിട്ട് കാണിക്കുന്നു. ദിസ് ഇസ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റെക്ടാങ്കുലർ ലൂപ്പ് അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു വയർ ഇങ്ങനെ ഇതിൻ്റെ ഫീൽഡിൽ ഞാനിങ്ങനെ വെക്കുകയാണ്. ഓക്കെ, ദിസ് ഇസ് ഇതിൻ്റെ പേര് കൊടുക്കാം PQRS. ഈ റെക്ടാങ്കുലർ കോയിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പ്ലെയിൻ ആ ഒരു പ്ലെയിനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഈ കോയിലിലേക്ക് കൂടി കറണ്ട് ഫ്ലോ ചെയ്യാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. Current is flowing through the magnetic field. Okay, then 3. Now earlier we studied that a current carrying coil or a current carrying conductor in a magnetic field will experience a force. So നമുക്ക് ഓരോ ഇത് ഈ റെക്ടാങ്കുലർ കോയിലിന് 4 കണ്ടക്ടേഴ്സ് ആയിട്ട് എടുക്കാം. ഒന്ന് SP, PQ, QR ആൻഡ് RS. അപ്പോൾ ഈ 4 കണ്ടക്ടേഴ്സും B എന്നൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് നിൽക്കുന്നത്. അപ്പം 4 കണ്ടക്ടേഴ്സും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ദ ഫോഴ്സിൻ്റെ വാല്യൂ എന്താ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു I L. എല്ലിന് പകരം ലെങ്ത് എഴുതാം. B is magnetic field sin theta. അല്ലേ? അപ്പം ഇവിടെ ആദ്യം SP എന്നൊരു കണ്ടക്ടർ എടുക്കാം. SP യിലേക്ക് കൂടി I എന്നൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? ആൻഡ് ഇതിൻ്റെ ലെങ്ത് L ആണ്, ഇതിൻ്റെ ലെങ്ത് B ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ SP? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ SP എന്തായിരിക്കും? I എന്നൊരു കറണ്ട്, ലെങ്ത് L തന്നെയാണ്, ആൻഡ് B തന്നെ സൈൻ. വാട്ട് ഈസ് ദി ആംഗിൾ? തീറ്റ. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതെങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? വാട്ട് ഇസ് ദി ആംഗിൾ? ഇറ്റ് ഇസ് 90 ഡിഗ്രി. അപ്പം സൈൻ 90. വാട്ട് ഇസ് സൈൻ 90? സൈൻ 90 1 ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു ILB. Now what is the direction of this force? Direction നമ്മൾ കാണാൻ ഏത് റൂളാണ് യൂസ് ചെയ്യുക? We make use of Fleming's left hand rule. അപ്പം വീണ്ടും എടുക്കാം. ദിസ് ഇസ് FBI. അപ്പം B നമ്മൾ ഈ ഡയറക്ഷനിൽ തന്നെയാണ്, I മുകളിലേക്കാണ്. അപ്പം B ഇങ്ങനെ I മുകളിലേക്കാണ്. അപ്പം F എങ്ങനെയാണ്? F ഉള്ളിലേക്കാണ് പോവുക. അപ്പം ഇൻ ടു ദി ബോർഡ്. അപ്പം ഇതാണ് നമ്മളെ FSPന്റെ ഡയറക്ഷൻ. ഓക്കെ, നൗ ടേക്ക് ദ അതർ കണ്ടക്ടർ PQ. PQന്റെ കേസിൽ PQന്റെ ലെങ്ത് B ആണ്. സോ വാട്ട് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ PQ? കറണ്ട് I തന്നെയാണ്, ലെങ്ത്തിന് പകരം B കൊടുത്തു, മാഗ്നറ്റിക് ഫീൽഡ് B തന്നെ, സൈൻ. വാട്ട് ഈസ് ദി ആംഗിൾ? വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ലെങ്ത് ദിസ് കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്? രണ്ടും പാരലൽ ആയതുകൊണ്ട് ആംഗിൾ ഇസ് 0. സോ സൈൻ 0. സോ ദി ഫോഴ്സ് ഇസ് 0. സോ PQ will not experience any force. Now come to this one, QR. What is the force experienced by QR? അത് നോക്കാം. അപ്പം വീണ്ടും ഈ ഫോമിൽ എടുക്കുക. I ലെങ്ത് B sin theta. അപ്പം ഇവിടെയും കറണ്ട് I ആണ്, ഇതിൻ്റെ ലെങ്ത് L ആണ്, മാഗ്നറ്റിക് ഫീൽഡ് B ആണ്, ആൻഡ് വാട്ട് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് carrying conductor and magnetic field? Again it's 90 degree here, sin 90. Sin 90 1 ആയതുകൊണ്ട് this becomes ILB. Okay, അപ്പോൾ ഇവിടെ ഫോഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കാണണം. ഡയറക്ഷൻ എങ്ങനെ കാണാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം. അപ്പോൾ വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് എടുക്കാം. FBI ആണ്, ഇവിടെ B ഇങ്ങനെ പോകുന്നു, I താഴേക്ക് പോകുന്നു. അപ്പോൾ ഫോഴ്സ് എങ്ങനെയാ? പുറത്തേക്കാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ പുറത്തേക്ക്, ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി ബോർഡ്. അപ്പം ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ലുക്ക് അറ്റ് FSP ആൻഡ് FQR. ബോത്ത് ആർ ഈക്വൽ ബട്ട് ബോത്ത് ആർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഇനി അടുത്തത്, വാട്ട് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ SR? PQ എക്സ്പീരിയൻസ് ചെയ്ത പോലെ തന്നെ ഇവിടെ SRന്റെ കേസിൽ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ കറണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. സൈൻ 180 0 ആയതുകൊണ്ട് FSR എന്താണ്? 0.
But these two conductors will not experience any force, while these two conductors P, S and Q, R will experience a force. എങ്ങനത്തെ ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുക? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് അല്ലേ? അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ രണ്ട് ഫോഴ്സസ് ഒരേ ലൈൻ ഓഫ് ആക്ഷനിലല്ല ആക്ട് ചെയ്യുന്നത് അല്ലേ? ഇത് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ആംഗിൾ ലൈനിലാണ്, ഇത് ആക്ട് ചെയ്യുന്നത് വേറൊരു ലൈനിലാണ്. അപ്പം ദിസ് ഇസ് എ സിസ്റ്റം made up of equal and opposite forces which are not acting along the same line. So what do they constitute? What do they produce? They produce a torque. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഫോഴ്സസ് എഫ്എസും എഫ് ക്യു ആറും കൂടി ഒരു ടോർക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ ഫിസിക്സ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ടോർക്കിന്റെ ഫോർമുല എന്താ? വൺ ഓഫ് ദി ഫോഴ്സസ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോഴ്സസ്. അപ്പോൾ ഇവിടെ വൺ ഓഫ് ദി ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫോഴ്സസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഐ എൽ ബി. ആൻഡ് വാട്ട് ഇസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോഴ്സ്? ഇതല്ലേ? സോ ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് ബി ആണ്. സോ ഐ എൽ ബി ഇൻറ്റു സ്മോൾ ബി. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്കറിയാം ഏരിയ ആണ്. സോ ദിസ് ബിക്കംസ് ഐ എ ബി. I into A, it is familiar. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. Current into area is what? The magnetic dipole moment M. So it is MB. അപ്പോൾ ഈ കേസിൽ ഈ കോയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എത്രയാണ്? ടോർക്ക് ഈക്വൽ ടു MB. ഇനി എപ്പോഴും ഈ കോയിൽ ഇതുപോലെ ഇതിന് ബിക്ക് പാരലൽ ആയിട്ട് നിൽക്കണം എന്നില്ല, ഒരു ആംഗിളിൽ നിൽക്കാം. ഓക്കെ, ചിലപ്പം കോയിൽ ഇപ്പോൾ കോയിൽ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു ആംഗിളിൽ ഇങ്ങനെ നിൽക്കാം, ചിലപ്പോൾ ചെറുതായിട്ട് ചെരിഞ്ഞിട്ടൊക്കെ നിൽക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പം ജനറലി നമ്മൾ എങ്ങനെ ഇതിൻ്റെ ഫോർമുല എഴുതാം? ഇതിപ്പോൾ പ്ലെയിനിലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇറ്റ് ഇസ് ജസ്റ്റ് MB. ഒരു ആംഗിളിൽ നിൽക്കുകയാണെങ്കിൽ വി റൈറ്റ് ഇറ്റ് ആസ് MB sin theta, where theta is the angle between vector M and vector B. Okay, from vector notation നമ്മൾ എങ്ങനെ എഴുതാം? vector tau equal to M cross B. So this is the torque experienced by a rectangular current carrying coil in a magnetic field which is placed at an angle theta. Theta is the angle between what? Vector M and vector B. ഇവിടെ ഈ M എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് IA. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ഫോർമുല ഇതാണ്. നമ്മുടെ ജനറൽ ഫോർമുല എന്താണ്? ടോർക്ക് ഈക്വൽ ടു MB sin theta. ചില ഡെറിവേഷൻസിൽ ഇതൊരു ആംഗിളിൽ വെച്ചിട്ട് ടോർക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ NCERT നമുക്ക് ഇങ്ങനെ തന്നെ NCERT ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പറയും ടോർക്ക് ഈക്വൽ ടു വാട്ട്? MB sin theta. ഈ ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുന്നത്? ടോർക്ക് മാക്സിമം ആവണമെങ്കിൽ സൈൻ തീറ്റ 1 ആവണം അല്ലേ? സൈൻ തീറ്റ 1 ആവണമെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആണ്. തീറ്റ 90 ഡിഗ്രി ആവണമെങ്കിൽ എങ്ങനെയായിരിക്കണം? The angle between M and B should be 90 degree. So torque is maximum when theta is 90 degree. അപ്പോൾ ഈ കേസിൽ ടോർക്ക് എത്രയാണ്? ടോർക്ക് is equal to MB, maximum value ആണ്. തീറ്റ 90 degree എന്ന് പറയുമ്പോൾ plane of the coil should be parallel to the magnetic field and the maximum value of the torque എന്തായിരിക്കും? It is MB. When is the torque minimum? When sin theta becomes 0. Sin theta 0 ആവണമെങ്കിൽ theta 0 ആവണം. Theta എപ്പോഴാണ് 0 ആവുക? When the plane of the coil which was like this becomes like this. Okay, when the plane of the coil is perpendicular to the magnetic field, the angle between M and B becomes 0. Okay, so torque minimum is 0. അത് എപ്പോഴാണ് 0 ആവുക? When theta equal to 0 degree. Okay, so in order to get maximum torque, the coil should be always parallel to B.